ഹായ് ഹലോ. അപ്പോൾ നമ്മുടെ ജിത്തുവിൻ്റെയും ആരതിയുടെയും വളകാപ്പൂരടിക്ക് പോവാണ്. പോകുന്ന വഴിക്ക് നമ്മൾ ഹരിദാസിനെയും കൂട്ടി. ചെന്ന വഴി നോക്കിയത് നമ്മുടെ വർക്ക് അവിടെ തന്നെ ഉണ്ടോയെന്നാണ്. വളകാപ്പ് അവിടെ തന്നെ ഉണ്ട് ഗൈസ്, ഒരു കുഴപ്പം കൂടാതെ. അപ്പോൾ നമ്മുടെ കഥാനായകനും കഥാനായികയും ഒരു ഉഗ്ര മേക്ക് ഓവർ എല്ലാം കഴിഞ്ഞ് അവിടെ റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കുപ്പിവളകളും കളഭവും എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു. പിന്നെ ഒരു ഫോട്ടോഷൂട്ട് സെഷനിലേക്ക് കടന്നു. ചാറപ്പുറ ഫോട്ടോ. ഇനി നമുക്ക് വളകാപ്പിൻ്റെ ചടങ്ങുകൾ കാണാം. അമ്മ തിരുവയറുള്ളിൽ കുറുകണ കുഞ്ഞരിപ്രാവ്, കുഞ്ഞമ്മിണിപ്രാവ്. അമ്മ തിരുവയറുള്ളിൽ കുറുകണ കുഞ്ഞരിപ്രാവ്, കുഞ്ഞമ്മിണിപ്രാവ്. എന്തിനി വേണം എന്നരുളേണം, നെല്ലിന്നവിലോ പൂവൻ കനിയോ. അടുത്തത് ഞങ്ങളുടെ ടേണായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ വളകാപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യണേ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഹരിദാസിനാണെങ്കിൽ ഒരിക്കലും കാണാത്തൊരു നാണം. അവന്റെ പങ്കാളി കൂടെ ഇല്ലാത്തതിന്റെ ആണെന്ന് തോന്നുന്നു. വളയൊക്കെ ഇട്ടിട്ട് ഒരു തംസപ്പും കൊടുത്തിട്ടാണ് ആശാൻ പോയത്. ഇത് നമ്മുടെ ജിത്തുവിന്റെ ചേച്ചി അളിയനും. അളിയൻ നല്ല കമ്പനിയാണ്. ഇനി നമ്മുടെ കഥാനായകന്റെ ഊഴാണ്. ആശാൻ എല്ലാവരും കഴിഞ്ഞിട്ട് അവസാനം ഇതുപോലെ ചെറിയൊരു നാണത്തോടെ ചെറിയൊരു പുഞ്ചിരിയോട് കൂടിയൊക്കെ വളയാങ്ങിട്ട് കൊടുത്തു. അയ്യോ ദേ ഉമ്മ വയ്ക്കുന്നു. ഉമ്മ കിട്ടിയ നായികയാണെങ്കിൽ സന്തോഷം അടക്കാൻ പറ്റാതെ ചിരിയോട് ചിരി. ജോലിയും മീറ്റിംഗും ഒക്കെ കഴിഞ്ഞ് ഹരി അജീഷൊക്കെ വന്നപ്പോഴേക്കും വളകാപ്പൂരയുടെ ഒക്കെ കഴിഞ്ഞിരുന്നു. ആരതി പോണ ഗ്യാപ്പില് പ്രഗ്നൻസി പില്ല് എല്ലാം പൊക്കാനായിട്ട് ഹരിദാസ് പ്ലാൻ ഇട്ടു. പിന്നീടാണ് അറിഞ്ഞത് അത് ആരതി കൊണ്ടുപോകാന്ന്. അപ്പൊ പിന്നെ കിട്ടിയ തക്കത്തില് സൺക്രീം വാരി പൊത്തി. ഇവനാണ് നമ്മുടെ കൂട്ടത്തിലെ ആദ്യത്തെ ജിമ്മൻ, ദ മിസ്റ്റർ മസ്ലലിയൻ. എല്ലാവരും പല സമയത്താണ് വന്നതെങ്കിലും സദ്യ ഒരുമിച്ചാണ് കഴിച്ചത്. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ആരതിയുടെ വീട്ടിലേക്ക് ഇറങ്ങി. ജിത്തു ഇപ്പൊ കറിയുന്ന അഖിലയുടെ ഡയലോഗ്. എല്ലാവരുടെ മുമ്പിലും ചിരിച്ചു കളിച്ചാണ് ജിത്തു നിൽക്കുന്നെങ്കിലും ഉള്ളിൽ നല്ല സങ്കടം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇനിയിപ്പോ ഒരു 3 മാസത്തെ ചെറിയ വലിയ കാത്തിരിപ്പ്. അപ്പോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.